അതെ, ഇന്ന് വഴുതിരിങ്ങ തീയലുണ്ടാക്കിയല്ലോ. സംഭവം അടിപൊളിയാണ് കേട്ടോ. അതിനായി എണ്ണ ചൂടാവുന്ന സമയത്ത് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് ഒന്ന് മൂപ്പിക്കാം. ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും നന്നായി വതകിയ ശേഷം കട്ട് ചെയ്ത വഴുതിരിങ്ങയും ഉപ്പും ഇട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഇതൊരു സൈഡിലേക്ക് മാറ്റിയ ശേഷം ഒരു പാൻ എടുത്തിട്ട് തേങ്ങ നല്ല ചോക്കനെ വറുത്തെടുക്കണം. അതിനായി കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്ത് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് നല്ല ചൊകാന്നാവുന്നത് വരെ വറുത്തെടുക്കാം. തേങ്ങ നല്ല ചുവപ്പ് കളറായിട്ടുണ്ട്. ഇനി പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എന്നിവ ഇട്ടിട്ട് സിമ്മിൽ നന്നായി ഒന്ന് വറുത്തെടുക്കാം. ഇനി ഇത് പേസ്റ്റ് പോലെ അരച്ചിട്ട് വരാം. ഞാൻ അരച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി അതേ പാനിലേക്ക് എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച ശേഷം ജീരകം കുറച്ച് ഇട്ട് കൊടുത്ത് അതിലേക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് പുളിവെള്ളവും കൂടി ഒഴിച്ച് എണ്ണ തെളിഞ്ഞ് വരുന്ന വരെ നമുക്കിത് തിളപ്പിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ എണ്ണ നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഈ വഴുതിരിങ്ങ കൂട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ കിടന്ന് നന്നായി ഒന്ന് തിളക്കട്ടെ. ആ സമയത്ത് കുറച്ച് ശർക്കര പൊടിയോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കഷ്ണം ശർക്കരയോ ഇട്ട് കൊടുക്കാം. എന്തിനാണ് വെച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനാണ്. ഉപ്പും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാനാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ബെസ്റ്റ് കറിയാണ്. അങ്ങനെ സിമ്പിളായിട്ടുള്ള നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സൂപ്പർ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.